അസൈൻമെൻറ്റ്സിൻ്റെയൊക്കെ ഫ്രണ്ട് ഷീറ്റ്സ് കുറച്ച് ക്രിയേറ്റീവ് ആൻഡ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണം എന്നുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് കാണിച്ചു തരാം. എനിക്ക് വരയ്ക്കാൻ ഒട്ടും താല്പര്യമില്ല, അതുപോലെ തന്നെ അറിയത്തുമില്ല. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ബേസിക് സ്റ്റെപ്സാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ഒരു ബേസ് കൊടുക്കുക, അതിലേക്ക് പെൻ യൂസ് ചെയ്ത് കുറച്ച് ഡിസൈൻസ് ചെയ്ത് കൊടുത്താൽ തന്നെ ഭയങ്കര ഭംഗിയായിരിക്കും. ഇതിൻ്റെ കോർണേഴ്സൊക്കെ കുറച്ചും കൂടി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഷേപ്സോ അല്ലെങ്കിൽ സ്റ്റെൻസിൽസോ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ട്രേസ് എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ കളർ ചെയ്ത് കോളമാക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ കുറച്ചെങ്കിലും വരയ്ക്കാൻ കഴിവുള്ളവർക്ക് ഇത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. മാത്സ് അസൈൻമെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഡിഫറെൻറ്റ് ഷേപ്സ് ആൻഡ് പാറ്റേൺസ് യൂസ് ചെയ്ത് അടിപൊളിയായിട്ട് നമുക്കിത് ചെയ്യാനും പറ്റും. ഇതെല്ലാം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളിത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ ടീച്ചറിന് ഇതൊക്കെ ഇഷ്ടമുള്ളതായിരിക്കണം. എന്നെ പഠിപ്പിക്കുന്ന സമയത്ത് ചില ടീച്ചേഴ്സിന് വളരെ ക്രിയേറ്റീവായിട്ട് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടവും, എന്നാൽ വേറെ കുറച്ച് ആൾക്കാർക്ക് ക്രിയേറ്റിവിറ്റി ഒന്നും വേണ്ട എന്നുള്ള രീതിക്കുമായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ടീച്ചറിനെ നല്ലോണം മനസ്സിലാക്കിയിട്ട് മാത്രം ഏത് വേണമെന്ന് ചൂസ് ചെയ്യുക.